അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദിലെ ഒന്നാമത്തെ പാഠം അല്ലാഹു അക്ബർ ഉഅ്തീതു മഫാത്തിഹൽ യമൻ എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് അതിൻ്റെ തദ്രീബാത്ത് കൂടെ നമുക്ക് നോക്കാവുന്നതാണ്. ഉഅ്തീതു അല്ലാഹു അക്ബർ ഉഅ്തീതു മഫാത്തിഹൽ യമൻ എന്ന് പറഞ്ഞാൽ യമനിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച കാര്യങ്ങൾ നടന്നത്, അതുപോലെ തന്നെ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഉഹദ് അടങ്ങൂ, നിൻ്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഹദ് മലയിൽ കയറി. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരും ഉണ്ട്. മല ഒന്ന് വിറച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്? ഉഹദ് അടങ്ങൂ, നിൻ്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണുള്ളത്. അതെപ്പോഴാണ് പറഞ്ഞത്? ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ ആ മല ഒന്ന് വിറച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും രക്തസാക്ഷിത്വത്തെ കുറിച്ചാണ് ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത്. അത് രണ്ടും പുലർന്ന ചരിത്രമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞത് ഇപ്പം എന്താണ്? ഉഹദ് മലയിൽ കയറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവരുള്ള സമയത്ത് ഉഹദ് മല ഒന്ന് വിറച്ചു. അപ്പം നബി തങ്ങൾ പറയാണ് ഉഹദ് മലയോട്, അടങ്ങൂ ഉഹദേ, എന്തേ? നിൻ്റെ മുകളിൽ ഒരു നബിയും, അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു സിദ്ദീഖും, അതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 രക്തസാക്ഷികളുമാണുള്ളത്. അതാരാ? ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവചിച്ചതാണ് ഇവർ 2 പേരും രക്തസാക്ഷികളാവും എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ കരങ്ങളാൽ ഇവരെന്ത് ചെയ്യും? വധിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പിൽക്കാലത്ത് അത് അതേ രൂപത്തിൽ സംഭവിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം അവിടെ നടപ്പിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനം ഫലിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. ഇനി ഈ പ്രവചനങ്ങൾ ജ്യോത്സ്യന്മാരും മറ്റും നടത്തുന്ന പ്രവചനങ്ങൾ പോലെയല്ല. അവ കേവലം ഊഹങ്ങളാണ്. യാദൃശ്ചികമായി ചിലത് പുലർന്നേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു നബിമാരുടെയും പ്രവചനങ്ങൾ അല്ലാഹു തആലയിൽ നിന്നുള്ള വഹി മുഖേന മാത്രമാണ്. അതിനാൽ അവ സത്യമായി പുലരുമെന്നത് ഉറപ്പാണ്. ഇതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ പ്രവചനങ്ങൾ ജ്യോത്സ്യന്മാരും മറ്റും നടത്തുന്ന പ്രവചനങ്ങൾ പോലെയല്ല. ജ്യോത്സ്യന്മാരാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും അവർ പ്രവചിക്കുന്നത് പോലെയല്ല പ്രവാചകന്മാരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രവചനം. ജ്യോത്സ്യന്മാരുടെ പ്രവചനം ഏതാണ്? അവ കേവലം ഊഹങ്ങൾ മാത്രമാണ്. കേവലം ഒരു ഊഹം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രവചിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കാലാവസ്ഥകൾ ചിലപ്പോൾ പറയും ശക്തമായ ഇടിയോടുകൂടെയുള്ള കാറ്റും മഴയും വരുന്നു എന്നൊക്കെ പറയും. പക്ഷേ പിറ്റത്തെ ദിവസം ശക്തമായ വെയിലായിരിക്കും ഉണ്ടാവുക. അവരൊരു ഊഹം വെച്ചിട്ടാണ് അത് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? മറ്റുള്ള ആളുകൾ പറയുമ്പോൾ ചിലപ്പോൾ അതെന്ത് ചെയ്തേക്കാം, നടന്നേക്കാം. ചക്കട്ടപ്പം മുയലിനെ കിട്ടി എന്ന് പറയുന്നത് പോലെ യാദൃശ്ചികമായിട്ട് ചിലതെന്ത് ചെയ്തേക്കാം, പുലർന്നേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു നബിമാരുടെയും പ്രവചനങ്ങൾ അല്ലാഹു തആലയിൽ നിന്നുള്ള വഹി മുഖേന മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞു കൊടുത്ത്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല വഹി എത്തിച്ചു കൊടുത്ത് ആ വഹിയിലൂടെ ലഭിച്ച കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാർ പറയുന്നത്. അതിനാൽ അവൻ സത്യമായി പുലരുമെന്നത് ഉറപ്പാണ്. അതിനാൽ അവർ പറയുന്നത് എന്ത് ചെയ്യും? പുലരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇത്. പ്രവചനമല്ലെങ്കിലും മറ്റൊരു കാര്യം പറഞ്ഞതാണെന്ത്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് നമ്മളുടെ മക്കളുടെയൊക്കെ വേഷവിധാനങ്ങൾ ഏത് രൂപത്തിലാണ്? അവർ ഫാൻസും ഷർട്ടിലേക്കും അതല്ലെങ്കിൽ ഫാൻസും ടീഷർട്ടിലേക്കൊക്കെ മാറി, ആ ഒരു രീതിയിലേക്ക് മാറി. അതാണ് റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. പുരുഷന്മാർ സ്ത്രീവേഷവും സ്ത്രീകൾ പുരുഷവേഷവും ധരിക്കുന്ന, സ്ത്രീകൾ എന്ത് ചെയ്യും? വേഷം ധരിക്കും.
അങ്ങനത്തെവരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് അവരുടെ മേലിൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിക്കുന്ന നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാപാണ് വരുന്നത്. അതുപോലെ തന്നെ അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കളും ആ കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ബാക്കി വായിക്കാം. ഇതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തെ അസാമാന്യ ധീരത കാണിച്ച ഒരു യുവാവിനെക്കുറിച്ച് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പ്രവചിച്ചു, അദ്ദേഹം നരകത്തിലാണ്. യുദ്ധത്തിൽ അസാമാന്യമായി ധീരതയോടുകൂടെ ശത്രുക്കളെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരാളെക്കുറിച്ച് സ്വഹാബികൾ നബിതങ്ങളോട് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞെന്താ? അദ്ദേഹം നരകത്തിലാണ്. അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂൽ പറയുന്നത് അദ്ദേഹം എവിടെയാണ്? നരകത്തിലാണ് എന്ന്. ഇതിൽ കൗതുകം തോന്നിയ ഒരു സ്വഹാബി അദ്ദേഹത്തെ അവസാനം വരെ നിരീക്ഷിച്ചു. നബിതങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതുകൊണ്ട് എന്ത് ചെയ്തു? ആ സ്വഹാബി ആ യുദ്ധത്തിൻ്റെ അവസാനം വരെ അദ്ദേഹത്തെ ഇങ്ങനെ നിരീക്ഷിച്ചു. യുദ്ധം ചെയ്യുന്നതിനിടെ മുറിവ് പറ്റുന്നതും ആ വേദന സഹിക്കാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതും ആ സ്വഹാബി കണ്ടു. യുദ്ധത്തിനിടയിൽ ആ മനുഷ്യൻക്ക് എന്ത് ചെയ്തു? ആ ധീരയോദ്ധാവിന് എന്ത് ചെയ്തു? അസാമാന്യമായി ധീരതയുള്ള ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു മുറിവേറ്റു. ആ മുറിവേറ്റതിൻ്റെ വേദന സഹിക്കവയ്യാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ആയുധം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് അദ്ദേഹം നരകത്തിലാണ് എന്ന്. എന്നിട്ട് ഇവിടെ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നവർ നരകത്തിലാണെന്നാണല്ലോ തിരുമൊഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ നരകത്തിലാണ് എന്ന്. അദ്ദേഹം ധീരമായി പോരാടുന്ന സമയത്ത് തന്നെ നബി തങ്ങൾ എന്ത് ചെയ്തു? പ്രവചിച്ചു. അതാ പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹി മുഖേനയാണ് ആര് പ്രവചിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവചിക്കുന്നത്. ഇനി പ്രശസ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആൾ ഖുർമാൻ എന്നു പേരുള്ള മുനാഫിക്കായിരുന്നു. ആരാണ്? ഖുർമാൻ എന്നു പേരുള്ള മുനാഫിക്കായിരുന്നു ആ യുദ്ധം ചെയ്തിരുന്നത്. പ്രശസ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ആരാണ്? ഖുർമാൻ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിരുന്നു. എന്താണ് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ? മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവരാണ് മുനാഫിക്കുകൾ. ആരാണ് മുനാഫിക്കുകൾ? മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവർ. മനസ്സിൽ എന്തില്ല? വിശ്വാസമില്ല. പിന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ഭയങ്കര വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർ, അവരാണ് ആര്? മുനാഫിക്കുകൾ. ഭക്ഷണം കഴിക്കുന്നവർ തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ മുസ്ലിം സമുദായത്തിൻ്റെ നേരെ മറ്റു സമുദായങ്ങൾ കൈ നീട്ടുന്ന കാലം അടുത്തിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഭക്ഷണം കഴിക്കുന്നവർ തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ മുസ്ലിം സമുദായത്തിൻ്റെ നേരെ മറ്റുള്ള സമുദായങ്ങൾ കൈ നീട്ടുന്ന കാലം അടുത്തിരിക്കുന്നു എന്ന് ആര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അന്ന് ഞങ്ങൾ അംഗബലം കുറവായതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ സംഭവിക്കുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, മറ്റുള്ള സമുദായങ്ങളെ നമ്മളെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അന്ന് നമ്മൾ അന്ന് നമ്മൾ ജനങ്ങൾ കുറവായിരിക്കുമോ, എണ്ണത്തിൽ നമ്മൾ തുച്ഛമായിരിക്കുമോ കുറവായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, അല്ല, അന്ന് നിങ്ങൾ ധാരാളമുണ്ടാകും. അന്ന് നമ്മൾ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടാവില്ല, നമ്മൾ ധാരാളമായിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടികളെപ്പോലെയായിരിക്കും. ഏതുപോലെയായിരിക്കും? മലവെള്ളത്തിലെ ചണ്ടികളെപ്പോലെ. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ടാവും റോഡ് സൈഡിലൂടെയൊക്കെ ചപ്പ് ചവറുകൾ ഒലിച്ചു പോകുന്നത്. അതുപോലെയായിരിക്കും നമ്മൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള പേടി അല്ലാഹു തആല എടുത്തു കളയും. ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മോടുള്ള മുസ്ലിങ്ങളോടുള്ള ആ പേടി എന്ത് ചെയ്യും? അല്ലാഹു തആല എടുത്തു കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല വഹ്ന് നൽകും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല എന്ത് നൽകും? വഹ്ന്. എന്താണ് ഈ വഹ്ന് എന്ന് പറഞ്ഞാൽ? അതാണ് ഇനി പറയാൻ പോകുന്നത്. വഹ്ന് എന്താണ് ഈ വഹ്ന്? അവർ ചോദിച്ചു, സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയപ്പാടുമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. എന്താണ് വഹ്ന് പറഞ്ഞാൽ? ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തി എന്നാണ്. ഈ ഭൗതിക ജീവിതത്തോട് ഈ ദുന്യാവിനോടുള്ള ആർത്തിയും അതുപോലെ തന്നെ മരിക്കാനുള്ള പേടിയും മരിക്കാനുള്ള ഭയപ്പാടുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖന്തക്ക് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കെ പിക്കാസ് ഏൽക്കാത്ത ഒരു പാറയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു.
ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിക്കാസെടുത്ത് ആ പാറയിൽ വെട്ടി അതിൻ്റെ 1/3 ഭാഗം തകർന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഷാമിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ കാണുന്നു. അല്ലാഹു അക്ബർ, ഷാമിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടു. അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ കാണുന്നു. ബിസ്മി ചൊല്ലി രണ്ടാമതും പാറയിൽ വെട്ടി. ബിസ്മി ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും പാറയിൽ വെട്ടി. പാറയുടെ 1/3 ഭാഗം കൂടി അടർന്നു വീണു. പാറയുടെ 1/3 ഭാഗം കൂടി എന്ത് ചെയ്തു? അടർന്നു വീണു. അല്ലാഹു അക്ബർ, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു. മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമതും ബിസ്മി ചൊല്ലി പാറയിൽ വെട്ടി. ബാക്കി ഭാഗം കൂടി അടർന്നു വീണു. അല്ലാഹു അക്ബർ, യമനിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സൊന്നായിൻ്റെ കവാടങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ കാണുന്നു. ഈ രാജ്യങ്ങളെല്ലാം പിന്നീട് ഇസ്ലാമിൻ്റെ കുടക്കീഴിൽ വന്നു ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വെട്ടിയപ്പോൾ അല്ലാഹു അക്ബർ, ഷാമിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് നബി തങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അവിടെ ഇസ്ലാം കടന്നു വരും. ആ പ്രദേശം, ഷാമിൻ്റെ പ്രദേശം ഇസ്ലാം ഭരണകൂടത്തിന് കീഴിലാകും എന്ന ആ സന്തോഷ വാർത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ നിന്നുകൊണ്ട് പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വെട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു. മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. അങ്ങനെ ആ പേർഷ്യയും പിന്നീട് എന്ത് ചെയ്തു? ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറി. അതുപോലെ തന്നെ മൂന്നാമത് വെട്ടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യമനിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സൊന്നായിൻ്റെ കവാടങ്ങൾ ഈ സമയത്ത് ഞാൻ കാണുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ പ്രദേശവും ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സൂചനയായിട്ട് പ്രവചിച്ചതാണത്. പിന്നീട് ആ രാഷ്ട്രങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്താംബുൾ മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ അതായത് ഇസ്താംബുൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുമെന്ന്, മുസ്ലിങ്ങളുടെ കീഴിലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിരുന്നു. ഹിജ്റ 857 മുഹമ്മദുൽ ഫാത്തിഹിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിന് കീഴിൽ വന്നു. ആരുടെ നേതൃത്വത്തിലാണ്? മുഹമ്മദുൽ ഫാത്തിഹിൻ്റെ നേതൃത്വത്തിൽ. ഹിജ്റ എത്രാം വർഷം? ഹിജ്റ 857 മുഹമ്മദുൽ ഫാത്തിഹിൻ്റെ നേതൃത്വത്തിൽ. ഹിജ്റ 857 മുഹമ്മദുൽ ഫാത്തിഹിൻ്റെ നേതൃത്വത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിന് കീഴിൽ വന്നത്. അദ്ദേഹവും സൈന്യവും അശ്അരി മാതുരിദി ധാരയിലുള്ള സുന്നികളായിരുന്നു. അശ്അരി മാതുരിദി ധാരയിലുള്ള സുന്നികളായിരുന്നു. എന്നാൽ സുന്നി ആശയക്കാരായിരുന്നു ആര്? മുഹമ്മദുൽ ഫാത്തിഹും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നവരുമെല്ലാം മാതുരിദി അശ്അരി ത്വരീഖത്തും മാതുരിദി ത്വരീഖത്തുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നമ്മൾ പിന്തുടരുന്നത്. അതിൽ അടിയുറച്ച ആളുകളായിരുന്നു ആര്? മുഹമ്മദുൽ ഫാത്തിഹും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈന്യവും. അഹ്ലുസുന്നയുടെ വാക്താക്കളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പുകഴ്ത്തിയത്. എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാകണമെന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്രവാചകനാണ്. നബി തങ്ങൾ അന്ന് പ്രവചിച്ച് വെച്ചത്, നബി തങ്ങളുടെ ജീവിതകാലത്ത് പ്രവചിച്ച് വെച്ച ഒരുപാട് സംഗതി തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും രക്തസാക്ഷിത്വം, അതിനുശേഷം നമ്മൾ പറഞ്ഞ ഓരോ സംഭവങ്ങൾ, യുദ്ധത്തിലുണ്ടായ ആ ധീരൻ്റെ ആത്മഹത്യ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവചിച്ച കാര്യങ്ങളാണ്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കാനുള്ള തെളിവുകളാണ്. ഇനി ഇങ്ങനെയുള്ള നിരവധി പ്രവചനങ്ങൾ പുലർന്നു കഴിഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവ്, ദജ്ജാലിൻ്റെ പുറപ്പാട് തുടങ്ങിയ പലതും പുലരാനിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പുലർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ചില കാര്യങ്ങൾ, ഇവിടെ നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണിത്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവ്, അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ പുറപ്പെടൽ തുടങ്ങിയ പലതും ഇനി എന്തിനുള്ളതാണത്? അത് പുലരാനിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സംഗതികൾ പുലരുക തന്നെ ചെയ്യും. കാരണം എന്താ? അത് അള്ളാഹുവിൽ നിന്നും വഹി ലഭിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രവചിക്കുന്നത്.
ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തത് നഖ്താർ സ്വഹീഹ്, ശരി അടയാളപ്പെടുത്താനാണ്, ശരി തിരഞ്ഞെടുക്കാനാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി ആരാണ്? ഈ 3 പേരിൽ ആരാണത്? ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 2, ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും, അതിനെക്കുറിച്ച് എന്താ പറയുക? വഹൻ എന്നാണ്. വഹൻ എന്ന് പറയുന്നതാണ് ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും, വഹൻ എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ആരാ കീഴടക്കിയത്? ആൻസർ മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു. ഇനി 2 നുജീബ് ഉത്തരം എഴുതാനാണ്. 1, ഉഹദിന് മുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ആൻസർ ഉഹദ് അടങ്ങൂ, നിൻ്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 രക്തസാക്ഷികളുമാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. 2, ഖുർമാൻ എന്ന മുനാഫിക്കിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഖുർമാൻ എന്ന മുനാഫിക്കിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ആൻസർ യുദ്ധം ചെയ്യുന്നതിനിടെ മുറിവ് പറ്റി ആ വേദന സഹിക്കാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് അയാളുടെ അന്ത്യം. 3, ആരാണ് മുനാഫിഖ്? ആൻസർ മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടക്കുന്നവരാണ് മുനാഫിഖുകൾ. 3, തഖ്സീസ് ഉപന്യസിക്കുക. 1, ഖന്തഖ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനങ്ങൾ. 2 എഴുതാനുള്ളത് മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു എന്ന ധീരയോദ്ധാവ്, മഹാനെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ 1ാമത്തെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷാമിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു, അതിൻ്റെ ചുവന്ന കൊട്ടാരങ്ങൾ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ കാണുന്നു. 2ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനം, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു, മദായിനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. 3ാമത്തെ പ്രവചനം, യമനിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, സ്വനാഇൻ്റെ കവാടങ്ങൾ ഈ സമയത്ത് ഞാൻ കാണുന്നു. ഇനി 2ാമത്തേത് അതിൽ മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു എന്ന ധീര യോദ്ധാവിനെ കുറിച്ച് എഴുതാനാണ്. അപ്പോൾ ഒരു ചെറിയ രൂപത്തിൽ വലിയ നീണ്ട ചരിത്രമാണ് മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അപ്പോൾ അത് ചെറിയ രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു ഹിജറ 835 റജബ് 27 ജനിച്ചു. പിതാവ് 7ാമത്തെ ഉസ്മാനിയ സുൽത്താനായ സുൽത്താൻ മുറാദ് രണ്ടാമൻ്റെ മേൽനോട്ടത്തിലാണ് അദ്ദേഹം വളർന്നത്. ഒരു സുൽത്താൻ്റെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കാൻ പിതാവ് അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു. ഭരണകൂട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായോഗിക പരിശീലനം നേടുന്നതിനായി പിതാവ് അദ്ദേഹത്തെ അക്കാലത്തെ ചില ഉന്നത പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. ആ ഉസ്താദുമാർ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിൽ നേതാവും വലിയ ഭരണാധികാരിയാകുമെന്ന പ്രതീക്ഷയും വളർത്തി. കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കുന്നത് താനായിരിക്കും എന്ന ബോധം വളർത്തി. അതോടെ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു പഠനത്തിലും പരിശീലനത്തിലും മുഴുകി. കിട്ടുന്ന സമയമൊക്കെയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. അതോടെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നേടി. ഉസ്മാനിയ ഖിലാഫത്തിലെ പല പ്രമുഖരും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അങ്ങനെ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു തൻ്റെ 22ാം വയസ്സിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ചരിത്ര വിജയം നേടി. ഇതോടെ ജേതാവ് എന്ന് അർത്ഥമുള്ള ഫാത്തിഹ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. 30 വർഷത്തെ മാതൃകാ ഭരണത്തിന് ശേഷം 52ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇവിടെ പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കുന്നത് താനായിരിക്കുമെന്ന് ഉസ്താദുമാർ അദ്ദേഹത്തിന് ആ ബോധം വളർത്തിയെന്ന് പറഞ്ഞു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വഹാബാക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ത് ചെയ്യും? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും, ഇസ്താംബൂൾ എന്നൊക്കെ പറയുന്ന ആ നാടെന്ത് ചെയ്യും? കീഴടക്കും. അതിൻ്റെ സൈന്യാധിപൻ ഉത്കൃഷ്ടനും അതിനെ കീഴടക്കുന്ന സൈന്യം ഏറ്റവും മികച്ചതായിരിക്കുമെന്നും
റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉസ്മാനിയ ഖിലാഫത്തിലെ വന്ന ഓരോ ഖലീഫമാരും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് കീഴടക്കുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിഹ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമെന്ന ആ ഒരു പ്രചോദനം നൽകിക്കൊണ്ടാണ് ഉസ്താദുമാർ അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇത്രയാണ് ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് വളരെ ചുരുക്കിയിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതോടെ നമ്മുടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.